നമസ്കാരം. GT എഡ്യൂക്കേഷന്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിലെ ഓൾജിബ്രയിലെ അതായത് ആദ്യത്തെ ചാപ്റ്ററാണ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പ്രോബ്ലം ഒന്ന് പറയുകയാണ്. ഇത് മാത്സിലെ ഓൾജിബ്ര എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റേറ്റിന് മാത്രമല്ല CBSEക്കും ICSEയിലൊക്കെ ഓൾജിബ്രയുടെ ഒരു ബേസ് മനസ്സിലാവാൻ ഈ പ്രോബ്ലം വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. There are 100 beads black and white in a box. 10 more black than white. How many black and how many white? പ്രത്യേകം ശ്രദ്ധിക്കുക, ചോദ്യം വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഓൾജിബ്രയിലെ വേർഡ് പ്രോബ്ലംസിന് നമ്മൾ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതനുസരിച്ച് നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, there are 100 beads, അതായത് 100 മുത്തുകളുണ്ട്. അതിൽ കുറച്ച് എണ്ണം ബ്ലാക്ക് ആണ്, കുറച്ച് എണ്ണം വൈറ്റ് ആണ്. അങ്ങനെയുള്ള ബ്ലാക്കും വൈറ്റും മുത്തുകൾ ബീഡ്സ് നമ്മളൊരു ബോക്സിൽ വെച്ചു. ഇനി എന്താണ് പറയുന്നത്? നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഈ കണ്ടീഷൻ, 10 more black than white. അപ്പൊ എന്താണ്? വൈറ്റിനേക്കാളും ബ്ലാക്ക് ബീഡ്സിന്റെ എണ്ണം 10 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ബ്ലാക്ക് ബീഡ്സും എത്ര വൈറ്റ് ബീഡ്സും ഉണ്ടാകും? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ലെറ്റ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുക. നമുക്ക് അറിയാത്ത കാര്യത്തിന് നമ്മൾ ഓൾജിബ്രയിൽ എക്സ് ആയിട്ട് എടുക്കുക. ബ്ലാക്ക് ബീഡ്സിന്റെ എണ്ണം എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വൈറ്റ് ബീഡ്സിന്റെ എണ്ണം എത്രയായിരിക്കും? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞേക്കണേ? 10 more black than white. വൈറ്റിനേക്കാളും 10 കൂടുതലാണ് ബ്ലാക്കിന്റെ എണ്ണം. വൈറ്റിനേക്കാളും 10 കൂടുതലാണ് ബ്ലാക്കിന്റെ എണ്ണം. അപ്പൊ ഏതിന്റെയാണ് കൂടുതലായിരിക്കുക? ബ്ലാക്ക് ബീഡ്സിന്റെ എണ്ണമാണ് കൂടുതലായിരിക്കുക. അപ്പൊ വൈറ്റ് ബീഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് കുറവായിരിക്കും, 10 കുറവാണ്. അപ്പൊ നമ്മൾ എന്താണ്? ബ്ലാക്ക് ബീഡ്സിന് എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ്? നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എന്ന് പറയുന്നത് x - 10 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കണം. നമുക്ക് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 100 ആണ് കിട്ടുക. 100 ബീഡ്സ് ആണുള്ളത്. സോ നമുക്ക് എന്ത് എഴുതാം? x + x - 10 = 100. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. പക്ഷേ പല കുട്ടികൾക്കും ഇത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഇന്നത്തെ വീഡിയോയിൽ ഇട്ടത്. വരും ദിവസങ്ങളിൽ നമുക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം നമുക്ക് ഇതിൽ ഏത് പ്രോബ്ലംസ് വേണമെങ്കിലും നമുക്ക് ഇടാം. ഓക്കെ, ഇവിടെ എക്സും എക്സും കൂടി കൂട്ടി എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. x + x 2x. അപ്പൊ പല കുട്ടികൾക്കും ഇപ്പോഴും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എക്സും കൂടി കൂട്ടി 2x. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക, ഒരു ചക്കയും കൂടി കൂട്ടി എത്ര കിട്ടും? 2 ചക്ക അല്ലെ? x + x കൂട്ടിക്കഴിഞ്ഞാൽ 2x. 2x - 10 = 100. 2x - 10 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ x ഉള്ള ടേമിനെ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യണം? ഈ -10നെ ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഒരേപോലെയുള്ള ടേംസ് ഒക്കെ സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നമുക്ക് നിർത്തണം. അപ്പൊ -10 ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? അത് +10 ആയിട്ട് മാറും. ദാറ്റ് ഈസ് 100 + 10. അപ്പൊ എന്ത് വന്നു? 2x = 110. അപ്പൊ നമുക്ക് ഒരു കാര്യം, ഇതിപ്പോ നമ്മൾ എളുപ്പത്തിനാണ് ഇങ്ങനെ പറയുന്നത്. ശരിക്കും നമ്മൾ എന്താ ചെയ്യണേ? 2x കാണണമെങ്കിൽ ഇവിടെ 10 കൂട്ടുകയാണ് ചെയ്യണത്. LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ 10 കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ അതിനെയാണ്. അപ്പൊ 2x -10 + 10 എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്ത് പോകും. 2x = ഇങ്ങനെ വരും. അപ്പൊ പക്ഷേ കൺവെൻഷനൽ ആയിട്ട് നമ്മൾ ഇതാണ് ഇതിന്റെ കറക്റ്റ് മെത്തേഡ് എങ്കിലും നമ്മൾ എല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളതും ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ മെത്തേഡ് തന്നെ പറഞ്ഞത്. അപ്പൊ എന്ത് കിട്ടി? 2x എന്ന് പറയുന്നത് 110 ആണ്. ഇനി x എന്ത് കിട്ടും? x = ഇവിടെ 2നെ x കൊണ്ട് ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 110/2. ഇനി അങ്ങനെ ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ x കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2x-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉടനെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ വാല്യൂ വ്യത്യാസം വരും. അപ്പൊ എന്ത് വരും? 110/2. അപ്പൊ x എന്ന് പറഞ്ഞത് വരും, x എന്ന് പറയുന്നത് 110/2 എന്ന് പറയുന്നത് 55 ആണ്. എല്ലാവർക്കും ഡിവൈഡ് ചെയ്യാൻ അറിയുന്നതാണ്. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് x എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്ക് ബീഡ്സിന്റെ എണ്ണം നമുക്ക് എത്ര കിട്ടി? 55 കിട്ടി.
ഇനി എന്ത് വേണം? വൈറ്റ് ബീഡ്സിന്റെ എണ്ണം കാണണം. വൈറ്റ് ബീഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാ? x minus 10, that is 55 minus 10 equal to 45. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് ശരിയാണെന്ന് നോക്കാം. നോക്കി, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 100 കിട്ടണം. 55 plus 45 എത്രയാണ്? 100 ആണ്. അപ്പൊ അത് കൂട്ടാൻ എളുപ്പമാണ്. 55 plus 5 എന്ന് പറയുന്നത് 60, 60 plus 40 100. അപ്പൊ എല്ലാവർക്കും ഈ ഒരു കണക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കണക്ക് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മറ്റേത് കണക്കുകളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മാത്സിനെ കണ്ട് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാവുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ്. എന്നാൽ ഇന്ന് നിർഭാഗ്യവശാൽ ഭൂരിഭാഗം കുട്ടികൾക്കും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് മാത്സ് മാറിയിരിക്കുകയാണ്. കാരണം അത് ചെറിയ ക്ലാസ്സുകൾ തൊട്ടുള്ള അടിസ്ഥാനം ബേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾ വെക്കേഷനിലൊക്കെ നമ്മൾ ഇതിന്റെ ബേസ് ക്ലാസ്സുകളൊക്കെ നടത്തിയിരുന്നു. ആ കുട്ടികൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അവർ പല സ്ഥലങ്ങളിലും വിളിച്ചപ്പോൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മാത്തമാറ്റിക്സ് ബൈഹാർട്ട് പഠിക്കാതെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക, എത്ര ബുദ്ധിമുട്ടിയാലും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അധ്യയന വർഷം നന്നായിട്ട് മാത്സ് പഠിക്കാനായിട്ട് സാധിക്കട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് റെൻസ് തോമസ് സൈനിങ്.